നാട്ടിലേക്ക് വന്നതുപോലെ തന്നെ ദേ തിരിച്ച് പോകാനുള്ള സമയമായേ. നമ്മൾ തിങ്കളാഴ്ച വന്നു, വ്യാഴാഴ്ച റിട്ടേൺ പാണ്. വേഗം പോകേണ്ട ആവശ്യങ്ങൾ കൊണ്ടാണ് 2-3 ദിവസത്തേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിത് കൊല്ലത്തെത്തി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇപ്രാവശ്യം സ്ലീപ്പർ തന്നെ ബുക്ക് ചെയ്തു. ഒരു ദിവസം മുന്നേ ബുക്ക് ചെയ്തു. ഇങ്ങോട്ട് വന്നപ്പോൾ സ്ലീപ്പർ കിട്ടിയില്ല. അതുകൊണ്ട് ഇരുന്ന് വന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ലോങ് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സ്ലീപ്പർ ബസ്സായിരിക്കും കേട്ടോ നല്ലത്. ഇനിയിപ്പം ഞാനിപ്പം ഒറ്റ സീറ്റുള്ള സ്ലീപ്പർ എടുക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും അതിൽ കിടന്ന് പോകാൻ പറ്റും. അങ്ങനെ ദേ രാവിലെ 5 മണിയായപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ പാലക്കാടുള്ള ഫ്ലാറ്റിൽ റൂമിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ രാവിലെ ഞാൻ തിളപ്പിച്ച് വെച്ചു നമ്മളുടെ ജീരകവും ഇട്ടിട്ടുള്ള വെള്ളമാണ്. ദേ ഇവിടെ അബ്ബയും മോനും കളി നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഡയറ്റ് ആണെന്നും പറഞ്ഞ് നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മൾ നല്ല ഫുഡ് രുചിക്കുക, അവർക്ക് ഇഷ്ടമായിട്ടുള്ളത് വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ രാവിലെ പുട്ടിൻ്റെ എൻ്റെ ഫേവറേറ്റ് കോമ്പായിട്ടുള്ള ബീഫും. നമ്മൾ ബീഫ് അധികം അങ്ങനെ കഴിക്കില്ല, എന്നാലും കുറേശ്ശെ കഴിക്കും. നമുക്ക് എല്ലാ ഫുഡും കഴിക്കാമല്ലോ ഡയറ്റിലാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി മാത്രം നോക്കിയാൽ മതി. ഞാൻ ഇവിടെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നത്. ചിരട്ടപ്പുട്ടിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ അതിലുണ്ടാവുള്ളൂ. അത് നമുക്ക് ഫുള്ളായിട്ട് കഴിക്കും, കുറേ കഴിച്ചോളൂന്നൊരു ഫീലിംഗ് കിട്ടുമല്ലോ. എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ചായ ഒഴിച്ചുവിടാൻ പറ്റില്ല എനിക്ക്. ഞാൻ പഞ്ചസാര ഇടൂല ചായയിൽ. ഞാനിപ്പം ചെറിയ ശർക്കരേൻ്റെ പൊടി ഇട്ടിട്ടാണ് ചായ ഇടുന്നത്. വഴിയേ നമുക്കതും നിർത്തണം എന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഇതേ ചോറിൻ്റെ അളവ് ചെറിയ പ്ലേറ്റ് ആയിട്ടാണ് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് അളവിൽ ചോറ് എടുത്തിട്ടുള്ളൂ, പക്ഷേ ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നു. പക്ഷേ ഞാൻ ഇച്ചിരി എടുക്കുള്ളൂ കേട്ടോ. കഴിക്കുന്നതിന് മുന്നേ ഈ ഒരു കപ്പ് ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം കുടിക്കും. അത് കഴിഞ്ഞിട്ടേ ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഫില്ലാവും എന്ന പോലെ തോന്നും. കാരണം നമ്മൾ കുറച്ചല്ലേ ചോറൊക്കെ എടുക്കുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ആസ് യൂഷ്വൽ പണി തന്നെ. നമ്മൾ കഴിച്ച പാത്രങ്ങളും ബാക്കിയുള്ള വെച്ചുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. 2-3 ദിവസം വീട്ടിലില്ലാത്തതിൻ്റെ എല്ലാ കുറവുകളും വീട്ടിലുണ്ടായിരുന്നു. ഫുൾ ക്ലീനിങ് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോകും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.